ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നെവിന് തന്റെ പ്രണയം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് മസ്താനിയെ പോലെ ഒരു പെൺകുട്ടിയാണ് ഇഷ്ടമെന്നാണ് നമ്മുടെ നെവിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മസ്താനിയുടെ മൂക്ക്, അതുപോലെ തന്നെ കണ്ണ്, ചെവി, അതുപോലെ തന്നെ മസ്താനിയുടെ പൊട്ടത്തരത്തിലുള്ള സംസാര രീതിയൊക്കെയാണ് എനിക്കിഷ്ടം. അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് ഞാൻ മുൻപ് തന്നെ സ്വപ്നം കാണാറ്. അപ്പൊ നമ്മുടെ അനുമോൾ ഇതിന് പ്രതിവിധിയായി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ മസ്താനി തന്നെ അങ്ങ് കല്യാണം കഴിച്ചോ എന്ന്. അപ്പൊ നമ്മുടെ നെവിന് തിരിച്ചും പറയുന്നുണ്ട്, അതൊക്കെ തന്നെയാണ് എന്റെ ആഗ്രഹം എന്നുണ്ടെങ്കിലും മസ്താനിക്ക് അത് ഇഷ്ടപ്പെടില്ല, അവള് സമ്മതിക്കുന്നില്ല. അങ്ങനെ മസ്താനിയോട് സംസാരിച്ചിട്ട് നമുക്ക് ലിവിങ് ടുഗദർ ആക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബിന്നി ഇതിലേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട്. പൊതുവെ നമ്മുടെ ബിന്നിയെ കുത്തിത്തിരിപ്പിന്റെ റാണി എന്നാണല്ലോ പറയാറ്. പലരും സംസാരിക്കുന്നതിന് ഇടയിലേക്ക് ചെന്ന് കയറി അവളും സംസാരിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ഈ കാര്യത്തിലും സംഭവിച്ചത്. എനിക്ക് ലിവിങ് ടുഗദറിനോടൊന്നും താല്പര്യമില്ല, കല്യാണം കഴിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിക്കാനാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനൊക്കെ തന്നെയും ശേഷം നമ്മുടെ അനുമോള് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണറിനെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ പാർട്ട്ണർ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കണം. ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിവാഹത്തിലേക്ക് നീങ്ങുക. എന്നിട്ട് നിങ്ങൾ പള്ളിയിലോ അല്ല എന്നുണ്ടെങ്കിൽ അമ്പലത്തിലോ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് കല്യാണം കഴിക്കാം. അപ്പൊ നമ്മുടെ നെവിന് വീണ്ടും പറയുന്നുണ്ട്, എനിക്കിതിനൊക്കെ തന്നെയും സമ്മതമാണ്, നിങ്ങൾ എല്ലാവരും അവളോടൊന്ന് കൂടെ സംസാരിക്ക്. ഇവിടെയൊന്നും എനിക്ക് താല്പര്യമില്ല, പുറത്തിറങ്ങിയതിനു ശേഷം അവളെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തായാലും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവളുടെ മറുപടി കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ഈ വിഷയം അവിടെ തന്നെ ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊരു ലവ് ട്രാക്കിലേക്കുള്ള നീക്കങ്ങൾ തന്നെയാണ്. മസ്താനിക്ക് നെവിനെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.